ഏകാധിപതികൾ തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയായാലും അതിൽ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് തന്നെ പുറത്താക്കിയ പെരുന്ന നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് മുൻമന്ത്രി KB ഗണേഷ് കുമാർ. ലോകചരിത്രം പരിശോധിച്ചാൽ ഏകാധിപതികൾ എവിടെയായാലും തകർന്നടിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്നും NSSൽ ഇപ്പോൾ വേണ്ടത് ഏകാധിപത്യ പ്രവണതകളല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. തനിക്കെതിരെയുള്ള നടപടിയിൽ നീതിയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സമൂഹമാണെന്ന് വ്യക്തമാക്കിയ ഗണേഷ് കുമാർ സംഘടനയ്ക്കുള്ളിലെ കുത്തവകാശങ്ങൾക്കെതിരെയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി. മന്നത്ത് പത്മനാഭന്റെ സമാധി മന്ദിരം അദ്ദേഹത്തെ ആദരിക്കുന്ന എല്ലാവർക്കുമായി തുറന്നു നൽകണം, എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണം എന്ന് പറയുന്നത് പോലെ മന്നത്ത് ആചാര്യനെ ബഹുമാനിക്കുന്ന ഏവർക്കും സമാധി മന്ദിരത്തിൽ വന്ദിക്കാനുള്ള അവസരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി VD സതീശൻ NSSനെ അധിക്ഷേപിച്ചുവെന്ന പെരുന്നയുടെ ആരോപണങ്ങളെയും ഗണേഷ് കുമാർ തള്ളിപ്പറഞ്ഞു. സതീശൻ തന്റെ സുഹൃത്താണെന്നും അദ്ദേഹം ഒരിക്കലും സമുദായത്തെ അധിക്ഷേപിക്കുകയോ മോശമായി സംസാരിക്കുകയോ ചെയ്യുന്നത് താൻ കേട്ടിട്ടില്ലെന്നും ഗണേഷ് വ്യക്തമാക്കി. സംഘടനയ്ക്കുള്ളിൽ കുറച്ചുകൂടി സ്നേഹവും മര്യാദയുമാണ് ആവശ്യമെന്നും ഏകാധിപത്യ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്നവർക്ക് ചരിത്രം നൽകിയ പാഠം ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് പെരുന്നാക്കോട്ടയിലെ നിലവിലെ നേതൃത്വത്തിന് നേരെയുള്ള ശക്തമായ പടനീക്കത്തിനാണ് ഗണേഷ് കുമാർ കൊട്ടാരക്കരയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്.